റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറം പൊന്നാനി ഹാർബർ പരിസരത്ത് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. പൊന്നാനി സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. സോണൽ കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഇന്ന് രാവിലെയാണ് ഹാർബർ പരിസരത്ത് യുവതിയുടെ മൃതദേഹം 25 വയസ്സ് മാത്രം തോന്നുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. തീരത്തിന് കുറച്ച് അപ്പുറത്ത് മാറിയായിരുന്നു മൃതദേഹം. പോലീസ് എത്തി മൃതദേഹം കരയ്ക്ക് എത്തിക്കുകയും പരിശോധനകൾ നടത്തുകയുമാണ് ചെയ്തത്. ഇന്ന് രാവിലെയാണ് പൊന്നാനി സ്വദേശി തന്നെയാണ് ഈ ഫാത്തിമ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഫാത്തിമയുടെ മൃതശരീരം പൊന്നാനി ഹാർബറിന് സമീപത്ത് വെച്ച് കണ്ടെത്തിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. രാവിലെയാണ് ഹാർബറിനോട് ചേർന്ന് ഉള്ള പ്രദേശത്ത് മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തുകയുമായിരുന്നു. മൃതദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, എങ്ങനെയാണ് ഫാത്തിമയുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞത്? സമയം മുമ്പാണ് ഇവിടെ ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ പരിസരത്തുള്ള ഒരു യുവതിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബന്ധുക്കൾ തിരഞ്ഞു നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ ഈ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്ക് അവരുൾപ്പെടെ എത്തുന്നത്. അങ്ങനെ പോലീസും ചേർന്ന് അവരുടെ ഒരു തിരിച്ചറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. പിന്നീട് ചെറിയൊരു സംശയം തോന്നിയപ്പോൾ അവരുടെ ബന്ധുക്കളെ, കൂടുതൽ അടുത്ത ബന്ധുക്കളെ എത്തിച്ചുകൊണ്ട് തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ നടത്തി. അതിൽ നിന്നാണ് പൊന്നാനി സ്വദേശി കൂടിയായിട്ടുള്ള ഫാത്തിമയാണ് മരിച്ചത് എന്ന് കണ്ടെത്തുന്നത്. എന്തായാലും മരിച്ചത് ആരാണ് എന്നുള്ള കാര്യം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ഈ പൊന്നാനി സ്വദേശികളുടെയായിട്ടുള്ള മുഹമ്മദിൻ്റെ ഭാര്യയാണ് ഈ ഫാത്തിമ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റെന്തെങ്കിലും ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ഡിവൈഎസ്പി അല്പസമയത്തിനകം പ്രതികരിക്കും. അപ്പോഴേ ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയും. എന്തായാലും പ്രധാനമായി പറയേണ്ടത്, ഈ മൃതദേഹം രാവിലെ കാണുന്ന സമയത്ത് ആ തല ഉൾപ്പെടെ കമിഴ്ന്നു കിടന്ന, മണ്ണിൽ അമർന്നു കിടക്കുന്ന സാഹചര്യത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തെരുവ് നായ്ക്കൾ ഈ കാലിൻ്റെ ഏകദേശം മുട്ടിന് താഴെ, ഇടത്തെ കാലിൻ്റെ മുട്ടിന് താഴെ കടിച്ചു പറിച്ച നിലയിലായിരുന്നു. എല്ല് മാത്രമായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്ന. അത്രയും മൃഗീയമായി കടിച്ചു പറിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഇവിടെ വല വലിക്കാൻ വന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവർ ഇങ്ങോട്ടേക്ക് വരികയും പിന്നീട് നായ്ക്കളെ എറിഞ്ഞു ഓടുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് പോലീസ് സ്ഥലത്തെത്തി കൃത്യമായി ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഇവിടെ എത്തി ഫോറൻസിക് മറ്റ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ നടക്കുന്നത്. ഇതിനിടയിലാണ് ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് ഈ പരിസര പ്രദേശത്തേക്ക് എത്തുന്നത്. അങ്ങനെ ഉടൻ തന്നെ ഡിവൈഎസ്പി ഉൾപ്പെട്ട അദ്ദേഹത്തെ ഈ മൃതദേഹം കാണിക്കുന്നു. ചെറിയ സംശയം അദ്ദേഹത്തിന് തോന്നുന്നു. അങ്ങനെ വീട്ടിലെ തന്നെ, അതായത് ഈ ഫാത്തിമയുടെ അടുത്ത ബന്ധുവിനെ തന്നെ, ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള ബന്ധുവിനെ തന്നെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അത് തിരിച്ചറിയുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. എന്തായാലും മരിച്ചത് ഫാത്തിമയാണ്, പൊന്നാനി സ്വദേശി ഫാത്തിമയാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ പൊന്നാനി ഹാർബറിന് സമീപത്ത് കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പൊന്നാനി സ്വദേശിനിയായ ഫാത്തിമയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഫാത്തിമ അന്വേഷിച്ച് അവിടെ എത്തിയ യുവാവിൽ നിന്നാണ് ഈ മൃതദേഹം ഫാത്തിമയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞത് എന്നാണ് വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പക്ഷേ പുറത്തു വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ യുവതി അവിടെ എത്തിയത്, മരണം എങ്ങനെയാണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് പോലീസ് വിശദീകരിക്കും.